അസ്സലാമലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴം നെയ്യടയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പഴം നമുക്ക് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഒരുപാട് കളർ ചേഞ്ച് ആവുന്നത് വരെയൊന്നും റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്കൊന്ന് നെയ്യിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പശുവിൻ പാലാണ്. 250 ml കപ്പിനാണ് എടുത്തിട്ടുള്ളത്. അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി 1 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ലൂസായിട്ടുള്ള മാവാണ് ഇതെന്ന്. അപ്പോൾ ഈ ഒരു മാവ് നമുക്ക് ഈ ഒരു ലൂസിലാണ് വേണ്ടത്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു മാവ് കൂടി റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഞാനൊരു 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഒരു 4 ഏലക്കായയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ദാ ഞാൻ ഈ ഒരു മാവും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ്. നമ്മൾ നെയ്യട റെഡിയാക്കുന്നത് 2 ലെയർ ആയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ലെയറിനാണ് ആദ്യത്തെ മൈദ മാവും, ഇത് സെക്കൻഡ് ലെയറിന് മുട്ട കൊണ്ടുള്ള ഈ ഒരു മിക്സും. അപ്പോൾ 2 ബാറ്ററും നല്ല ലൂസായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള അതേ അളവിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും ഫ്ലോപ്പ് ആവാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു കയ്യിൽ മാവാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. പാലും മൈദയും ചേർത്തിട്ടുള്ള ആ ഒരു മിക്സാണ് നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യത്തെ ലെയർ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് സെറ്റായി കിട്ടും. മൈദ മാവിൻ്റെ ലെയർ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ അതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കുകയാണ്. മുട്ടയുടെ മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും ഒരു കയ്യിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് പാൻ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഈ മുട്ടയുടെ ഈ ലെയർ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1.5 മിനിറ്റൊക്കെ സമയം എടുക്കും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള പഴം കുറച്ച് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് തേങ്ങയും അല്ലെങ്കിൽ കാഷ്യൂ നട്ടൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വെറും പഴം മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളിതൊന്ന് അടച്ചു വെച്ച് ഒരു 1.5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഹോളൊക്കെ ഒന്ന് അടച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ ലെയറും സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഒട്ടും വെള്ളമൊന്നുമില്ല, നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കാം. മൈദയുടെ ലെയറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ മുട്ടയുടെ ലെയറിന് മുകളിൽ നമ്മൾ നെയ്യൊന്നും തടവി കൊടുക്കണ്ട കേട്ടോ. ഇനി ഇതും ഒന്ന് അടച്ചു വെക്കാം. മൈദയുടെ ലെയർ 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സെറ്റായി കിട്ടും. ഇതിപ്പോൾ ഇതാ സെറ്റായിട്ടുണ്ട് കേട്ടോ, കണ്ടോ. അപ്പോൾ ഇനി ഇതിന് മുകളിൽ നമ്മൾ കുറച്ച് നെയ്യൊന്ന് ആക്കി കൊടുക്കുകയാണ്. ഇതേപോലെ നമുക്ക് മുഴുവൻ മാവും ചെയ്തിട്ടെടുക്കാം. ആദ്യം മൈദ മാവ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിന് മുകളിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ശേഷം നമ്മൾ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വീണ്ടും അതേപോലെ തന്നെ മുഴുവനും ചെയ്തിട്ടെടുക്കാം. ഇടയ്ക്ക് പഴം ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. പഴം ഞാനിപ്പോൾ ഒന്നുകൂടി ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒന്നും കൂടി ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലതെന്ന് തോന്നിയിട്ട്. അപ്പോൾ ഞാനിതൊന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള ലെയറും നമുക്ക് ചെയ്തിട്ടെടുക്കണം. എത്ര ലെയറാണോ നമുക്ക് എടുക്കാൻ ഇഷ്ടമുള്ളത് അത്രയും എടുക്കാം. ഇനിയിപ്പോൾ ഇത് അവസാനത്തെ ലെയർ ഞാൻ ചെയ്തിട്ടെടുക്കുകയാണ്.
അവസാനത്തെ ലെയറും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ബാക്കിയുള്ള പഴം ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും. അതേപോലെ തന്നെ പഴം നന്നായിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് മുഴുവൻ പഴവും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റാണ് ഇത് കുക്ക് ചെയ്യാനെടുത്ത സമയം. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിത് കുക്കായിട്ട് കിട്ടും. കാരണം നമ്മൾ ഓരോ ലെയറും കുക്ക് ചെയ്തിട്ട് ആണ് അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ഇതൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ കണ്ടോ, ചൂടോടെ തന്നെ നമുക്ക് വിട്ട് വരും. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് വിട്ട് കിട്ടും. അപ്പം ഞാൻ ജസ്റ്റ് ഇത് മറ്റൊരു പാനിലേക്കൊന്ന് മാറ്റുന്നുണ്ട്. ആ പഴമൊക്കെ ഒന്ന് റോസ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യടയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.